ഹായ്. കടലിന്റെ നടുക്ക് ഭീകരടി. ഭീകരടി എന്നൊക്കെ വെച്ചാൽ അസാധ്യമായിട്ട് അടിപൊളിയായിട്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് ഗ്യാപ്പ് തരാണ്ട് അടിയോടടി. അതാണ് നമ്മുടെ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത ആന്റണി വർഗീസ് പെപ്പെ പ്രധാന കഥാപാത്രമായി എത്തുന്ന കൊണ്ടൽ. കൊണ്ടൽ ഒരു കംപ്ലീറ്റ് ബോട്ടിൽ നടക്കുന്ന കഥയാണ്. ആകെ പുറത്തുള്ള സീൻസ് വളരെ കുറച്ചേ ഉള്ളൂ. ആന്റണി വർഗീസ് പെപ്പെ ആസ് യൂഷ്വൽ എപ്പോഴും കണ്ടിട്ടുള്ള പോലെ അടി ഇടി പൊടി പൂരമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആക്ഷനാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുള്ളത്. ഇടിച്ചു തെറിപ്പിക്കുക എന്ന് പറയില്ല, ഈ സിനിമയെ കുറിച്ചിട്ട് ആദ്യം പറയുമ്പോൾ തന്നെ ഇടിച്ചു തെറിപ്പിക്കുക അങ്ങോട്ട്, അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഭയങ്കര സസ്പെൻസ് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര സസ്പെൻസും, പിന്നെ സെക്കൻഡ് ഹാഫ് എന്തിനാണ് ഈ സസ്പെൻസ് ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് കഥ എന്ന് പറയുന്നതുമാണ് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നതൊക്കെ ഭയങ്കര, അതിൻ്റെ ഒപ്പരം തന്നെ BGM പോകുന്നുണ്ട്. അതായത് ഭയങ്കര സസ്പെൻസ്, ഒരാളെ കാണുമ്പോഴും ഒരാളെ നോക്കുമ്പോഴും ഈ ഭയങ്കര എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു മൂഡ് നമുക്ക് തരികയും, ഇതെന്തിനാണെന്ന് നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഐഡിയയും കിട്ടൂല, ഇതെന്തിനാണ് ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുള്ളതെന്ന്. പക്ഷെ ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ ഓരോ സീനിനുള്ള പ്രാധാന്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് അതൊക്കെ ഇഴചേർത്ത് വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയൂലേ, അങ്ങനെ കൊണ്ടുപോകുന്ന സിനിമ. നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ക്യൂരിയോസിറ്റി മാത്രം കുറേ തന്ന് ഒരു ഇന്റർവെൽ ആകുമ്പോഴൊക്കെ ചെറുതായിട്ട് കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. സെക്കൻഡ് ഹാഫിലാണ് മരണമാസമായിട്ട് അടിയും ഇടിയും അങ്ങനെ ഒരു ഒരു അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നലെ ഏറം കണ്ടിരുന്നു. ഏറം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു കൊണ്ടുവരെന്ന് പറയില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം രാജ്ബി ഷെട്ടി ഉണ്ട്. എനിക്ക് പുള്ളി പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ പുള്ളിനെ കാണുന്ന സ്ക്രീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പെർഫോമൻസ് വൈസിലും പുള്ളി ഇവിടെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആക്ഷൻ രംഗങ്ങളും അസാധ്യമായിട്ടുണ്ട്. ആന്റണി വർഗീസ് പെപ്പയായിട്ട് ഇവർ ഒരുമിച്ചുള്ള ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്നേഹം തോന്നുന്ന, ഒരു പാവം തോന്നുന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എടുത്തിട്ട് ഒരു അഞ്ചുതെങ്ങെന്നാണ്, തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലെ കഥയാണ്. അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളും കടലിന്റെ ഭംഗിയായാലും കടലിന്റെ ഭംഗിയോടൊപ്പമുള്ള പ്രശ്നങ്ങളായാലും അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കടലിന്റെ സൗന്ദര്യം മാത്രമല്ല, ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്ന് പറയുന്ന, ഇവിടെ ജീവിക്കാനുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട്, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്ന, നമുക്ക് തുറന്നു കാട്ടിത്തരുന്നു. എന്നിട്ട് അവിടുന്ന് പിന്നീട് പെപ്പെ ഇവിടെ എത്തുകയാണ്. എവിടെ, നമ്മുടെ കൊച്ചി മുനമ്പത്തേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന, അവിടുന്ന് ഒരു കപ്പലിൽ പോകുന്നു, അതിനുശേഷം ഉണ്ടാവുന്ന ബോട്ടിൽ പോകുന്നു, ആ കപ്പലിൽ വെച്ചിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഇതിൽ ഓരോ ആൾക്കാരും അടിപൊളിയായിട്ട് അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ക്യാരക്ടേഴ്സിനായാലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആസ് യൂഷ്വൽ ഡെത്ത് സ്റ്റാർ മണികണ്ഠൻ, സെയിം ഹിയർ എന്ന് പറയുന്നത് പോലെ മണികണ്ഠൻ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, വലിയ ക്രൂ ആണ്. കടലിനെ നടുക്കുള്ള കഥയാണ്. പാട്ടുകളിലേക്ക് വന്നാലും പാട്ടുകളായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ പാട്ടും സ്റ്റാർട്ടിങ്ങിൽ ഈ സിനിമ ഒന്ന് കയറ്റി കൊണ്ടുവരൂല, മൂഡ്, ആ മൂഡിൽ കൊണ്ടുവരുന്നൊരു അടിപൊളി പാട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എന്റർടൈനിങ് ആവുന്ന എല്ലാ പാട്ടുകളും അതെ കേട്ടോ. ഇതിലെ എല്ലാ പാട്ടുകളും ഒരു റിവെഞ്ച് ടൈപ്പാണ്, സസ്പീഷ്യസ് ആണ്, സസ്പെൻസ് കൊണ്ട് നിറച്ച്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും നിങ്ങൾ മൂവിയുടെ ഫാനാവും, ഭയങ്കര ഫാനാവും. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ ഒരു ഫൈറ്റ് കൂടി കഴിയുമ്പോഴേ അടിപൊളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണുക. ഇതിൻ്റെ മിസ്സിംഗ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും കാണണം എന്ന് എനിക്ക് ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓണത്തിന് കുറേ റിലീസുകൾ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഏത് തരത്തിലെടുത്താലും, സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും എല്ലാ തരത്തിലെടുത്താലും അതിൻ്റെ ഒന്നിനൊന്ന് മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു സിനിമ കൊണ്ടൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് കാണുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.